السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല രൂപത്തിൽ കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം ദീർഘിപ്പിക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ സഹോദരങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു സംസാരത്തിന്റെ പ്രധാനമായ ഉദ്ദേശം. അള്ളാഹു നമുക്കേവർക്കും നല്ലത് പറയുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു നൽകുന്ന വളരെ വലിയൊരു സൗഭാഗ്യമാണ് അവന്റെ ആയുസ്സിൽ അള്ളാഹു അവന് വർധനവ് നൽകുക എന്നുള്ളത്. ദീർഘമായി ജീവിക്കുവാൻ അള്ളാഹു ഒരു വ്യക്തിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. അത് ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ്. മഹാനായ അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ജനങ്ങളിൽ ഏറ്റവും നല്ലവർ, ജനങ്ങളിൽ ഏറ്റവും നല്ല വിഭാഗം ആരാണെന്നാൽ ആയുസ്സിൽ വർധനവ് ലഭിക്കുകയും ആ വർദ്ധിച്ച ആയുസ് അല്ലെങ്കിൽ അവന്റെ ജീവിതം ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളാൽ ഉപയോഗിക്കുകയും ചെയ്തവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമദാൻ മാസം, ഈ മാസത്തിൽ അള്ളാഹു ജീവിക്കാൻ നമുക്ക് അനുമതി നൽകി എന്നുള്ളത്, അള്ളാഹുവിന്റെ അനുവാദം നൽകി എന്നുള്ളത് അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഈ ഒരു മാസം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു ആയുസ് നൽകുകയും സൽക്കർമ്മങ്ങളിൽ ഉപയോഗിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്തവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉബൈദ് ഇബ്നു ഖാലിദ് അസ്സലമി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖാ ബൈന റജുലൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു പേർക്കിടയിൽ സാഹോദര്യമുണ്ടാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന ഉടൻ ചെയ്ത പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അൻസാരികളായ സഹാബികളുമായി മുഹാജിരിങ്ങളായ സഹാബികൾക്ക് സാഹോദര്യം ഉണ്ടാക്കി എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് സഹാബികളെ പരസ്പരം സഹോദരന്മാരാക്കി. ആ റാവി പറയുന്നു, ഉബൈദ് ഇബ്നു ഖാലിദ് അസ്സുലമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖുതില അഹദുഹുമാ. ഇതിൽ ഒരു വ്യക്തി മരണപ്പെട്ടു, ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു. വമാതൽ ആഖറു ബഅദ. അതിലെ രണ്ടാമത്തെ വ്യക്തിയാകട്ടെ ഒന്നാമത്തെ വ്യക്തി മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മരണപ്പെട്ടത്. ഇമാം അബൂദാവൂദ് റഹിമഹുള്ളയുടെ റിവായത്തിൽ കാണാം, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ രണ്ടാമത്തെ വ്യക്തി മരണപ്പെട്ടത്. ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസല്ലൈനാ അലൈ. അങ്ങനെ നാം എല്ലാവരും ആ വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുകയാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയം അള്ളാഹുവിന്റെ റസൂൽ ജനാസ നിസ്കാര ശേഷം നമ്മോട് ചോദിച്ചു, മാ ഖുൽതും. നിങ്ങൾ ഈ മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ഖാലു ദഅൗനാ ലഹ്. പ്രവാചകരെ, അദ്ദേഹത്തിന് വേണ്ടി നാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർ ലഹ്. അള്ളാഹുവെ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ അർഹം. അള്ളാഹുവെ, നീ നിന്റെ റഹ്മത്ത് അദ്ദേഹത്തിന്റെ മേൽ ചൊരിഞ്ഞു നൽകണം. അല്ലാഹുമ്മ അൽഹിഖ്ഹു ബിഹി. അള്ളാഹുവെ, ഈ മരണപ്പെട്ട ഈ സഹോദരനെ, രണ്ടാമത് മരണപ്പെട്ട ഈ സഹോദരനെ ആദ്യം മരണപ്പെട്ട അവന്റെ സഹോദരനുമായി നീ ചേർത്തണം എന്ന് നമ്മൾ ദുആ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തേതും രണ്ടാമത്തേതും ദുആ പരിപൂർണമായി അംഗീകരിച്ച് മൂന്നാമത്തെ വാക്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമതായി മരണപ്പെട്ട വ്യക്തി ഒന്നാമത്തെ വ്യക്തിയുടെ കൂടെ ആയിരിക്കണം എന്ന് നിങ്ങൾ ചെയ്തിരിക്കുന്ന ദുആ, അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൈന സ്വലാത്തുഹു ബഅദ സ്വലാത്തി. ആ ഒന്നാമത്തെ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ഒരാഴ്ചയോളം ഇദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിസ്കാരം എവിടെയാണ്?
വഅൈന അമലുഹു ബഅദ അമലി, ആദ്യത്തെ വ്യക്തി മരണപ്പെട്ട ശേഷം പിന്നെ മരണപ്പെട്ട വ്യക്തി എത്രയോ അമലുകൾ ചെയ്തിട്ടുണ്ട്, അവന്റെ അമലുകൾ എവിടെയാണ്? ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫലമാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആദ്യം മരണപ്പെട്ട വ്യക്തിയും രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയും തമ്മിൽ അവരുടെ അമലുകൾ, അഥവാ ഒന്നാമത്തെ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ഒരാഴ്ചയോളം രണ്ടാമത്തെ വ്യക്തി ചെയ്തിരിക്കുന്ന അമലുകൾ കാരണത്താൽ അവർ തമ്മിൽ സ്വർഗത്തിലുള്ള സ്ഥാനത്തിന്റെ വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള ഒഴിവ് പോലെ, അല്ലെങ്കിൽ ആകാശഭൂമികൾക്കിടയിൽ സഞ്ചരിക്കാൻ എത്രമാത്രം സമയം വേണോ അത്രയും വലിയ മർത്തബയിലാണ് രണ്ടാമത്തെ വ്യക്തി ഉള്ളത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ സഹോദരങ്ങളെ, ഇമാം നസഈ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിലുള്ള ഒരു പാഠം എന്താണ്? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവെ നീ നമ്മെ ഒരുമിച്ച് കൂട്ടണേ എന്ന് നമുക്ക് ദുആ ചെയ്യാം, അത് ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ആദ്യം മരണപ്പെട്ട ആ വ്യക്തിയേക്കാൾ ഒരാഴ്ച പിന്നെയാണ് രണ്ടാമത്തെ വ്യക്തി മരണപ്പെടുന്നത്. ഈ സമയം അദ്ദേഹം നിസ്കരിച്ച അദ്ദേഹത്തിന്റെ നിസ്കാരങ്ങൾ, ചില റിവായത്തുകളിൽ അദ്ദേഹത്തിന്റെ നോമ്പുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് സൽക്കർമ്മങ്ങൾ, ഈ സൽക്കർമ്മങ്ങൾ കാരണത്താൽ അദ്ദേഹം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് അധ്യാപനം നൽകുകയാണ്. സഹോദരങ്ങളെ, ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? ഓരോരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോരോ നിമിഷം അത് സൽക്കർമ്മങ്ങളാൽ നാം മുഴുക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ സ്ഥാനം ഉയരാൻ അത് നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആയുസ്സിൽ വർധനവ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആയുസ്സിൽ ഒരു വ്യക്തിക്ക് അള്ളാഹു വർധനവ് നൽകുകയും അത് സൽക്കർമ്മങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്താൽ, നേരത്തെ നാം പറഞ്ഞതുപോലെ അവനാണ് അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഏറ്റവും ഉന്നതനായവൻ. എന്നെ നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിൽ വർധനവ് നൽകി. ആയുസ്സിൽ വർധനവ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ കരുതരുത്. മറിച്ച് 30 വയസ്സിൽ മരണപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 35 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അദ്ദേഹത്തെക്കാൾ ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വർധനവ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നീട്ടി നൽകുകയും ഈ ആയുസ്, ഈ ദിവസങ്ങൾ, ഈ മാസങ്ങൾ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ ഉപയോഗിക്കാൻ നാം തയ്യാറാവുകയും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ, അള്ളാഹുവുമായി ഏറ്റവും അധികം അകൽച്ചയിലുള്ളവൻ ആരാണ്? മൻ താല ഉംറുഹു, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സുദീർഘമായ ആയുസ് നൽകി, വ സാഅ അമലു, അവന്റെ അമലുകൾ വളരെ മോശമാവുകയും ചെയ്തു. അള്ളാഹു നൽകിയിരിക്കുന്ന ആയുസ്സിനെ നന്മയിൽ ഉപയോഗിക്കുന്നതിന് പകരം അവൻ തിന്മകൾ പ്രവർത്തിച്ചു. അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒന്നും തോന്നിയില്ല. അവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറായില്ല. അവന്റെ ജീവിതത്തിൽ പല റമളാനുകളും വന്നു. മറ്റിതര ദിവസങ്ങൾ പോലെ അവൻ റമളാനിനെയും ചെലവഴിച്ചു എന്നതല്ലാതെ പരിശുദ്ധമായ റമളാൻ, ഈ ഒരു മാസം മുഖേന അള്ളാഹുവുമായി സാമീപ്യമുണ്ടാക്കാനോ ഒന്നും അവൻ പരിശ്രമിച്ചില്ല. അങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ മൻ താല ഉംറുഹു വസാഅ അമലു, അമലുകൾ മോശമായവനാണ്, ആയുസ്സിൽ വർധനവ് ലഭിച്ചിട്ടും അമലുകൾ മോശമായവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ റമളാൻ മാസം ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഇനി ഒരു പക്ഷേ നമുക്കറിയില്ല അടുത്ത റമളാൻ നാം ജീവിച്ചിരിക്കുമോ, നമുക്കറിയില്ല, ഒരു ധാരണയുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംസാരങ്ങൾ പലപ്പോഴും ധാരാളമായി നാം കേൾക്കുന്നത് കാരണത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം തൊട്ടുണർത്തുന്നുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നാം എന്തായാലും റമളാൻ മാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, നമ്മുടെ പൂർവികരായ ആളുകൾ അവരെങ്ങനെയാണ് റമളാൻ മാസത്തെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ചില സഹോദരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഈ ഒരു വിഷയം സംസാരിക്കുക? ഇതിന് ധാരാളം വശങ്ങളുണ്ട്. നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത് നിസാരമായ 1-2 ആളുകളല്ല, മറിച്ച് അനേകം ആളുകളുണ്ട്. അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ചര്യ അത് പറയുക എന്നുള്ളത് നമുക്ക് വളരെയധികം സമയവും വേണ്ടതാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ദർസിൽ നമുക്ക് സൂചിപ്പിക്കാം. ആവശ്യമാണെങ്കിൽ 1-2 ദർസുകൾ അധികരിപ്പിച്ച് നമുക്ക് ഇൻഷാ അള്ളാഹ് മറ്റ് സാഹചര്യങ്ങളിൽ
ബാക്കിയുള്ള വിഷയങ്ങൾ പറയുകയും ചെയ്യാം. ആദ്യമായി ആരാണ് നമ്മുടെ മുൻഗാമികൾ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സഹാബികൾ. അതുപോലെ തന്നെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. അവരുടെ ജീവിതം എന്തായിരുന്നു? അവരെങ്ങനെയാണ് പരിശുദ്ധമായ റമളാൻ മാസത്തെ സ്വീകരിച്ചത്? അവരെങ്ങനെയാണ് ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തത്? ഒരുപക്ഷെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം, നമ്മുടെ പൊതുവെ നാട്ടിലുള്ള ചിലരൊക്കെ ചോദിക്കാറുള്ളത് പോലെ, എന്ത് പറയുമ്പോഴും നിങ്ങൾ എന്തിനാണ് മുൻഗാമികൾ ചെയ്തത് പറയുന്നത്? സലഫുകൾ എന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? സഹോദരങ്ങളെ, ഈ സലഫുകൾ ആരാണ്? ആരാണ് നമ്മുടെ സലഫുകൾ? ആരാണ് സ്വഹാബികൾ? ആരാണ് താബിഈങ്ങൾ? ആരാണ് തബഉ താബിഈങ്ങൾ? അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. അവരെക്കാളും മഹത്വത്തിലുള്ള ഒരാൾ ഭൂമി ലോകത്തില്ല. ഇനി ആർക്കും ഈ അള്ളാഹുവിന്റെ ദീനിൽ സഹാബത്തിനേക്കാളും ശ്രേഷ്ഠരായ ഒരു വ്യക്തി ഈ ദീനിൽ വരികയുമില്ല. അത്രയും മഹത്വമുള്ള ആളുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. അവർക്ക് ഈ ഔന്നിത്യം നൽകിയത്, അവർക്ക് ഈ ഉന്നതി നൽകിയത് ആരാണ്? അള്ളാഹുവും റസൂലുമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അള്ളാഹു അവരെ പുകഴ്ത്തി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ നന്മകളിലും നമ്മെ അതിജയിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ. അവർക്കറിയാത്ത ഒരു നന്മ അത് നന്മയല്ല. അവർക്കറിയാത്ത ഒരു ഇബാദത്ത് അത് ഇബാദത്തല്ല. അവർ ചെയ്യാത്ത ഒരു സൽക്കർമ്മം അത് സൽക്കർമ്മമല്ല. ഏതൊരു വിഷയം സൽക്കർമ്മമാകണമെങ്കിലും നമ്മുടെ സലഫുകൾ നമുക്ക് കാണിച്ചു തന്നിരിക്കണം. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിരിക്കണം. അവരുടെ മാതൃകയില്ലാത്തൊരു പ്രവർത്തനം നമുക്ക് ദീനിൽ ഒരിക്കലും ചെയ്തുകൂടാ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ താബിഈ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞതുപോലെ, സഹാബികൾക്കറിയാത്തൊരു കാര്യം ദീനാവുകയില്ല. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായ സഹാബികൾക്കറിയാത്തൊരു കാര്യം ദീനാവുകയില്ല. കാരണം ഈ ദീൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് പഠിച്ചവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും നാം പ്രധാനമായി പരിഗണിക്കേണ്ടത് നമ്മുടെ സഹാബികളെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അള്ളാഹുവിന്റെ ഖുർആനും ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? സലഫുകൾക്കാണ്. സഹാബികൾക്കും താബിഈങ്ങൾക്കും തബഉ താബിഈങ്ങൾക്കുമാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇതെന്റെ സഹോദരങ്ങൾ അവരുടെ മനസ്സിരുത്തി അവർ കേൾക്കുക. എന്തിനാണ് ഏത് പ്രവർത്തനം പറയുമ്പോഴും നമ്മൾ സലഫുകൾ എന്ത് ചെയ്തു, സഹാബികൾ എന്ത് ചെയ്തു, താബിഈങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത്? അതെല്ലാത്തിലും, ഫിഖ്ഹിലും അഖീദയിലും സ്വഭാവത്തിലും കർമ്മശാസ്ത്രത്തിലും സകല മേഖലകളിലും എന്തിനാണ് നമ്മൾ സലഫുകളെ അവലംബിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറുപടി പറഞ്ഞു തരുന്നു, ഖൈറുക്കും ഖർനി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, എന്റെ സമുദായമേ, മുസ്ലിമീങ്ങളെ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഖൈറുക്കും ഖർനി, എന്റെ സമുദായമാണ്, അഥവാ സ്വഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വരുന്ന തലമുറയാണ്, അഥവാ താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വരുന്ന തലമുറയാണ്, അഥവാ തബഉ താബിഈങ്ങൾ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതുകൊണ്ടാണ് ഏതൊരു പ്രവർത്തനത്തിലും നമ്മൾ എന്ത് പറയുന്നത്? സലഫുകൾ എന്ത് ചെയ്തു, സലഫുകൾ എന്ത് പറഞ്ഞു, റമദാനിൽ സലഫുകൾ എന്ത് ചെയ്തു? ഈ ഒരു ചർച്ച നമുക്ക് വരാനുള്ള കാരണം അവരാണ് നമ്മുടെ മാതൃക. അവരെ മാതൃകയാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല ഹദീസുകളിലൂടെയും നിർദ്ദേശം നൽകിയത്. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ പ്രകടമായി നമുക്ക് കാണുന്നത്. അതാണ് നമ്മൾ ഇജ്മാഅ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ മദ്ഹബുസ് സലഫ്, മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികളായ ആളുകൾ, അവരുടെ മാർഗം, അവരുടെ ജീവിതം നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അങ്ങനെ അങ്ങ് പ്രവാചകന്റെ കൂടെ കൂടിയവരല്ല. മറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി കാണാം, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് നോക്കി, അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ ഖൈറ ഖുലൂബിൽ ഇബാദ്, ആ അടിമകളിൽ ഏറ്റവും ഉത്തമരായ ഹൃദയമുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ ഹൃദയത്തിന്റെ ഉടമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അല്ലാഹുവിന് അറിയാം. അല്ലാഹു അതുകൊണ്ട് തന്നെ ഫസ്തഫാഹു ലിനഫ്സിഹി വബ്തഅസഹു ബിരിസാലതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുകയും ഈ ഉത്തരവാദിത്തം, റിസാലത്ത് അല്ലാഹു ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രവാചകനെ തിരഞ്ഞെടുത്തത്. ശേഷം ഇബ്നു മസ്ഊദ് പറയുന്നു, ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്ത ശേഷം അല്ലാഹുവിന്റെ മറ്റ് സൃഷ്ടികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി. فوجد قلوب اصحابه خير قلوب العباد,
ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഉടമകൾ സഹാബികളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തുകയും, അഥവാ അള്ളാഹുവിന് ആദ്യമേ എല്ലാം അറിയാം, പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നു. അവരുടെ ഹൃദയം അത്രയും ശുദ്ധമായത് കൊണ്ടാണ് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തത്. ഫജഅലഹും വുസറാഅ നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസറാക്കളായി, പ്രവാചകന്മാരുടെ സഹചാരികളായി, അദ്ദേഹത്തിന്റെ കൂടെ എന്നും സഹവസിക്കുന്ന ആളുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നൊരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഉമ്മത്ത് എപ്പോഴാണ് നന്മയിലാവുക എന്നതിനെ കുറിച്ച്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്ത് പറയുമ്പോഴും മുൻഗാമികൾ ചെയ്തത് എന്താണ്, മുൻഗാമികൾ പറയാത്തൊരു വാദമാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലൂന ബിഖൈരിൻ മാ ദാമ ഫീകും മൻ റആനി വസഹബനി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സമുദായം നന്മയിലായിരിക്കും ഏത് കാലത്തോളം എന്നെ കാണുകയും എന്നെ സഹവസിക്കുകയും ചെയ്തവർ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ നന്മയിലായിരിക്കും. ശേഷം അവിടുന്ന് പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിൽ തന്നെയാണ് സത്യം, അള്ളാഹുവിൽ തന്നെയാണ് സത്യം, ലാ തസാലൂന ബിഖൈരിൻ മാ ദാമ ഫീകും മൻ റആനി വസാഹബ മൻ സാഹബനി. എന്നെ കണ്ടവരെ കാണുകയും എന്നെ സഹവസിച്ചവരെ സഹവസിക്കുകയും ചെയ്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ നന്മയിലായിരിക്കും. അഥവാ സഹാബികളെ കണ്ടവർ, അഥവാ താബിഈങ്ങൾ. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ തസാലൂന ബിഖൈരിൻ, നിങ്ങൾ നന്മയിലായിരിക്കുക തന്നെ ചെയ്യും, അള്ളാഹു ആണ് സത്യം, മാ ദാമ ഫീകും മൻ റആനി, എന്നെ കണ്ടവരെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളിടത്തോളം കാലം, വസാഹബ മൻ സാഹബനി, എന്നെ സഹവസിച്ചവരെ സഹവസിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഖൈറിലായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ 3 നൂറ്റാണ്ടുകൾ, അഥവാ സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഈ 3 നൂറ്റാണ്ടുകൾ അവരാണ് ഖൈറിലുള്ളവർ, അവർ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നന്മയിലായിരിക്കുമെന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് സത്യം മാത്രം പറയുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. സഹോദരങ്ങളെ, ഈ ആളുകൾ, സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവർ മരണപ്പെട്ടു. അവർ ഇന്ന് നമ്മുടെ മുന്നിലില്ല. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങൾ, അവരുടെ ജീവിത ചരിത്രം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അവരിൽ ഒരാളുടെ ചരിത്രം നമ്മൾ വായിക്കണമെന്ന് വിചാരിച്ചാൽ പലരുടെയും ചരിത്രങ്ങൾ, അവർ ജനിച്ചത് മുതൽ അവർ മരണപ്പെടുന്നത് വരെ അവർ പഠിച്ചത് എവിടെയാണ്, ആരുടെ അരികിലാണ്, എങ്ങനെയാണ് അവരുടെ ജീവിതം, അവരെങ്ങനെയാണ് അള്ളാഹുവിനെ നോക്കിക്കണ്ടത്, അവരെങ്ങനെയാണ് അള്ളാഹുവിനെ സമീപിച്ചത്, അവരുടെ ഇബാദത്തുകൾ എന്തായിരുന്നു, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അത് പഠിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതല്ലാതെ ഏതെങ്കിലും ഒരു സഹാബിയുടെ ചരിത്രം പഠിച്ച് നമുക്ക് സഹാബികളെ കുറിച്ച് അറിയാം എന്ന് പറയലല്ല. മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഫഇൻ ആമനു, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, ആരാണ് അവർ? സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം ലഭിച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ അവരുടെ മാർഗം നമ്മൾ അറിയണം. അവരെങ്ങനെയാണ് ജീവിച്ചത്, അവർ അള്ളാഹുവിനെ കണക്കാക്കിയത് എങ്ങനെയാണ്, അവർ അള്ളാഹുവിന് നൽകിയിരിക്കുന്ന വില എന്താണ്. അതല്ലാതെ അവരിൽ ചില ആളുകളുടെ പേരുകൾ മാത്രം അറിയുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ഉമറിനെ അറിയാം, അബൂബക്കറിനെ അറിയാം, ഉസ്മാനിനെ അറിയാം, അലിയെ അറിയാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും സഅദ് ബിൻ അബി വഖാസിനെയും ഒക്കെ നമുക്കറിയാം റളിയല്ലാഹു അൻഹും. പക്ഷെ അവരുടെ ജീവിതത്തിലുള്ള ആധാറുകൾ, അവരെങ്ങനെയാണ് ജീവിച്ചത്, അതിന്റെ ഒരു അംശം, അതിന്റെ ഒരു കണിക സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? അവരുടെ സ്വഭാവം എന്തായിരുന്നു? അവർ അള്ളാഹുവിനെ എത്രത്തോളം ഭയപ്പെട്ടു, അവർ അള്ളാഹുവിനെ എത്രത്തോളം പേടിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്? ഇങ്ങനെ വല്ല ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പലപ്പോഴും നമ്മളിൽ പല ആളുകളും മുൻഗാമികളെ കുറിച്ച് പറയുമ്പോൾ, സലഫുകളെ കുറിച്ച് പറയുമ്പോൾ സംസാരിക്കുന്ന ഒരൊറ്റ മേഖല എന്താ? അഖീദയാണ്, വിശ്വാസപരമായ കാര്യങ്ങളാണ്. വിശ്വാസത്തിൽ നമ്മൾ പറയും അള്ളാഹു അല്ലാത്തവരെ സഹായം ചോദിച്ചവർ അവരിൽ ഇല്ല, അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. അത് പറയേണ്ടതാണ്. പക്ഷെ അത് മാത്രമായിരുന്നു അവരുടെ ജീവിതം? അവരുടെ സ്വഭാവം എന്തായിരുന്നു? അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ അവർ ഭയന്നു, അള്ളാഹുവിന്റെ നരകത്തെ അവർ ഭയന്നു, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് അവർ ഭയന്നു.
ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കാൻ സാധിക്കുക? അള്ളാഹു ശിക്ഷിക്കുമെന്നൊരു പേടി നമ്മുടെ മനസ്സിലില്ല എങ്കിൽ, സത്യസന്ധമായ ഒരു പേടി നമ്മുടെ മനസ്സിലില്ല എങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക? അതാണ് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ തഅലമൂനൽ ഇൽം, നിങ്ങൾക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ അറിയായിരുന്നുവെങ്കിൽ. നിങ്ങളിങ്ങനെ പറയുന്ന കേവലം എനിക്ക് ചില കാര്യങ്ങൾ അറിയാം, നമ്മൾ ചില ദർസുകളിലൊക്കെ ഇരിക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചില വിഷയങ്ങളൊക്കെ അറിയാം, 4-5 മസ്അലകളൊക്കെ വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്നൊരു അറിവല്ല. മറിച്ച് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ തഅലമൂനൽ ഇൽം, മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കെങ്ങാനും അറിയേണ്ടതുപോലെ കാര്യങ്ങളെ കുറിച്ച് അറിയായിരുന്നുവെങ്കിൽ, മാ സാഗലകും തആമുൻ വലാ ശറാബ്, നിങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങൾ രുചിയോടുകൂടി കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. വലാ നുംതും അലൽ ഫുറുഷ്, നിങ്ങൾക്ക് വിരിപ്പിൽ കിടന്ന് നല്ല രൂപത്തിൽ ഭയമില്ലാതെ ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. വലജ്തനബ്തുമുൻ നിസാ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ സമീപിക്കാൻ സാധിക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല അർത്ഥം. ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ വെള്ളം കുടിക്കരുത് എന്നല്ല അർത്ഥം. മറിച്ച് അവിടെയൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം വേണമായിരുന്നു. അവിടെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഭയം വേണം. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയമില്ലാത്തത്? റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടതുപോലെ അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയുന്ന അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പറയുന്നതായി കാണാം, എന്നും ഹസൻ അൽ ബസരിയെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ ചില വിദ്യാർത്ഥികൾ പറയാറുണ്ട്, ഹസൻ അൽ ബസരിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ജനാസ ഖബറടക്കിയതിനു ശേഷമാണ് അദ്ദേഹം വരുന്നത് എന്ന് തോന്നിപ്പോകും. അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടിലും അവർ ജീവിച്ചു. മഹാനായ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്രാഇന്റെ രാത്രി എനിക്ക് സ്വപ്നത്തിൽ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കാണിക്കപ്പെട്ടു. ആ കൊട്ടാരത്തിന്റെ ഭംഗി കണ്ട് ഞാൻ കരുതി ഈ കൊട്ടാരം എന്റേതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയേ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സ്വർഗത്തിലുള്ള ആ സുന്ദരമായ കൊട്ടാരം കണ്ടപ്പോൾ ഞാൻ കരുതി ഈ കൊട്ടാരം എന്റേതാണ്. അങ്ങനെ ഞാൻ പ്രവേശിക്കാനിരുന്നപ്പോൾ അവിടുന്ന് പറയപ്പെട്ടു, ഇത് ഉമറിന്റെ കൊട്ടാരമാണ്, ഇത് ഉമറിന്റെ കൊട്ടാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ഈ കാര്യം പറഞ്ഞു. ശേഷം പ്രവാചകൻ പറഞ്ഞു, താങ്കളുടെ ഗീറത്ത് ഞാൻ ഓർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ കൊട്ടാരത്തിൽ കയറുമായിരുന്നു. അഥവാ താങ്കളുടെ കോപം, താങ്കളുടെ ദേഷ്യം ഞാൻ ഓർത്തില്ലായിരുന്നെങ്കിൽ ആ കൊട്ടാരത്തിൽ ഞാൻ കയറുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അങ്ങയോട് ഞാൻ കോപിക്കുമോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലുള്ള ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിന് കുത്തേറ്റ സംഭവം ഇതെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. പക്ഷേ ആ കുത്തേറ്റ സംഭവത്തിന്റെ വിശാലമായ ഹദീസിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. മഹാനായ ഉമർ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട ഈ ഉമ്മത്തിൽ 2ാം സ്ഥാനത്തുള്ള, അബൂബക്കറിന് ശേഷമുള്ള സ്ഥാനത്തുള്ള മഹാനായ ഉമർ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായി കാണാം. ലൗ അന്ന ലീ തിലാഅൽ അർളി ദഹബ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ അറ. എനിക്ക് ഈ ഭൂമി നിറയെ സ്വർണം എന്റെ കയ്യിൽ ഉണ്ടാവുകയും അത് പകരം നൽകി അള്ളാഹുവിന്റെ ശിക്ഷ കാണാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു, അതിന് പകരമായി ഞാൻ അത് നൽകുമായിരുന്നു എന്ന് മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അവരെത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ടു. അവരുടെ ഖൗഫിന്റെ അവസ്ഥ എന്താണ്? അവരെങ്ങനെയാണ് അള്ളാഹുവിനെ ഇത്രയും ഭയപ്പെട്ടത്? നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് റബ്ബിനെ കുറിച്ച് എന്ത് ചിന്തയാണുള്ളത്? യസീദ് ബിൻ ഹൗശബ് റഹിമഹുല്ലാഹ് പറയുന്നു, മാ റഅയ്തു അഖ്വഫ മിനൽ ഹസൻ വ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസിനെയും ഹസനുൽ ബസരിയേക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, യസീദ് ബിൻ ഹൗശബ് പറയാണ്, കഅന്ന അന്നാറ ലം തുഖ്ലഖ് ഇല്ലാ ലഹുമാ. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഒരാൾക്ക് തോന്നിപ്പോവുക അവർ രണ്ടുപേരും മാത്രമായിരിക്കും നരകത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, നരകം അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണ് അവർ നരകത്തെ ഭയപ്പെടുന്നത്. ഞങ്ങളൊക്കെ നരകത്തിന്റെ അവകാശികളായി പോകും എന്ന് അത്രയും അവർ ഭയപ്പെടുന്നു. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്ന് ഹസൻ അൽ ബസരിയെ കുറിച്ചും ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചും യസീദ് ബിൻ ഹൗശബ് റഹിമഹുല്ലാഹ് പറയുന്നതായി ഇബ്നു അസാകിർ അദ്ദേഹത്തിന്റെ താരീഖ് ദിമഷ്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവരാണ് നമ്മുടെ മുൻഗാമികൾ, അള്ളാഹുവിനെ ഭയപ്പെട്ടവർ. അംർ ബിൻ മൈസറ റഹിമഹുല്ലാഹ് പറയുന്നു, അദ്ദേഹം ഒരിക്കൽ വിരിപ്പിലേക്ക് രാത്രി കിടക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ മാതാവ് എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ
എത്ര നന്നായേനെ. എന്റെ മാതാവ് എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നിങ്ങളിൽ ഒരു പക്ഷേ പല ആളുകളുടെയും മനസ്സിൽ വരുന്ന ചോദ്യം, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ മൈസറ അലൈസ ഖദ് അഹ്സന അല്ലാഹു ഇലൈക് വഹദാക ലിൽ ഇസ്ലാം. താങ്കൾ ഈ പറയുന്ന സംസാരം, അഥവാ എന്നെ ഉമ്മ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് താങ്കൾ പറയുന്നു. അബൂ മൈസറ, താങ്കൾ മുസ്ലിം ആയില്ലേ? അള്ളാഹു താങ്കളെ ഇസ്ലാമിലേക്ക് താങ്കളെ വഴികാട്ടി. താങ്കൾ മുസ്ലിമാണ്. അള്ളാഹു ഇത്ര വലിയ തൗഫീഖ് താങ്കൾക്ക് നൽകിയില്ലേ? എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിലുള്ള സംസാരം താങ്കൾ സംസാരിക്കുന്നത്? അബൂ മൈസറ റഹിമഹുല്ല പറഞ്ഞു, ബല, അതെ, അള്ളാഹു എന്നെ മുസ്ലിമാക്കി, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചൊരിഞ്ഞു നൽകി. പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞത് എന്താണ്? അഖ്ബറന അന്ന വാരിദൂന അലന്നാർ. നമ്മളൊക്കെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ എല്ലാവരും നരകത്തിൽ വരിക തന്നെ ചെയ്യും. വഇം മിൻകും ഇല്ലാ വാരിദുഹ. എല്ലാവരും നരകത്തിൽ അതോടനുബന്ധിച്ച ശിക്ഷകളിൽ എല്ലാവരും വരിക തന്നെ ചെയ്യും. അബൂ മൈസറ പറഞ്ഞു, ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആരൊക്കെയാണ് തിരിച്ചു പോവുക? നമ്മളൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു നരകത്തിൽ വരും എന്ന് പറഞ്ഞതിൽ ഞാൻ ഉണ്ടല്ലോ. എന്തായാലും നമ്മൾ എല്ലാവരും നരകത്തിലേക്ക് അല്ലെങ്കിൽ സിറാത്തിലേക്ക് അതിലൂടെ കടക്കേണ്ടവരാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എന്തുറപ്പാണ് എനിക്കുള്ളത്? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭയം എന്ന് മഹാനായ അബൂ മൈസറ റഹിമഹുല്ല പറഞ്ഞതായി അബൂ നുഈം അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെയായിരുന്നു സലഫുകൾ. ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇമാമു അഹ്ലിസ് സുന്ന, അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം സഹിച്ച പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളാറുണ്ട് നമ്മളൊക്കെ. പക്ഷെ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് റഹിമഹുല്ല പറയാറുണ്ട്, അല്പം മണ്ണെടുത്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ വെച്ച് ആ മണ്ണിലേക്ക് ഊതിയ ശേഷം ഇമാം അഹ്മദ് പറയാറുണ്ട്, ഈ മണ്ണ് ഊതിത്തെറിപ്പിക്കുമ്പോൾ അത് പോകുന്നത് പോലെ നശിച്ചു പോകുന്ന ഒന്നായിരുന്നു എന്റെ ജീവിതമെങ്കിൽ എത്ര നന്നായേനെ. എന്ന് പറഞ്ഞാൽ ഞാനില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇത് സലഫുകളിൽ, സഹാബികളിൽ പലരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. നമ്മൾ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടു. അവരിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിച്ചു. അള്ളാഹുവിന്റെ അദാബിനെ, അള്ളാഹുവിന്റെ ശിക്ഷയെ. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല, അദ്ദേഹം അള്ളാഹുവെ ഭയപ്പെട്ട കാരണത്താൽ അദ്ദേഹം ചില സാഹചര്യങ്ങളിൽ മൂത്രമൊഴിച്ചു പോകാറുണ്ടായിരുന്നു. അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ. അവരുടെ ജീവിതം എന്താണ്? സുഫിയാൻ അസ്സൗരി ഇമാമാണ്, ആലമാണ്. ആ ഇമാം, അദ്ദേഹം ഇങ്ങനെ ഭയപ്പെട്ടുവെങ്കിൽ സഹോദര, ഞാനും നിങ്ങളും എത്രത്തോളം അള്ളാഹുവെ ഭയപ്പെടണം. ഇവരാണ് നമ്മുടെ സലഫുകൾ. ഇവരുടെ മാർഗം നമ്മൾ പിൻപറ്റുക. അതല്ലാതെ ഒരു ദിവസം 5 വക്ത് നിസ്കാരം നിസ്കരിക്കുകയും റമളാൻ മാസത്തിലുള്ള പ്രധാനപ്പെട്ട നോമ്പുകൾ അനുഷ്ഠിക്കുകയും അത്യാവശ്യം സദഖയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളാണ് ഏറ്റവും മെച്ചപ്പെട്ടവർ, നമ്മൾ തിരക്കേടില്ല, ബാക്കിയുള്ളവരൊക്കെ നമ്മളെക്കാളും വില കുറഞ്ഞവരാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ വരുന്നവർ ചിന്തിക്കുക സഹോദര, ഇതാണ് നമ്മുടെ സലഫുകൾ. മഹാനായ മുഹദ്ദിസ് അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ല, അദ്ദേഹം പറയുന്നതായി കാണാം, ഹമ്മാദ് ബിൻ സലമയോട് താങ്കൾ നാളെ മരണപ്പെടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ഒരു അമലും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അത്രയും അധികം അമലുകൾ പ്രവർത്തിക്കുന്നവരായിരുന്നു അവരൊക്കെ. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദ്ർ ഹഫിളഹുല്ലാ മൻസൂർ ബിൻ സാദാൻ എന്ന് പറയുന്ന മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം സലഫുകളിൽപ്പെട്ടവരാണ്. മൻസൂർ ബിൻ സാദാൻ, താരീഖ് വാസിത്തിലും അദ്ദേഹത്തിന്റെ ചരിത്രം കാണാം. നാളെ നിങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞാൽ മൻസൂർ ബിൻ സാദാനിന് ജീവിതത്തിൽ പ്രത്യേകിച്ച് വർദ്ധിപ്പിക്കാൻ ഒരു അമലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ജീവിച്ച ഈ ഒരു വിഭാഗം, ഈ ഒരു നൂറ്റാണ്ടിലെ ജനങ്ങൾ, നമ്മുടെ താബിഈങ്ങളും തബഉ താബിഈങ്ങളും, അവർ അള്ളാഹുവെ ഇത്രത്തോളം ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെടണം. എങ്ങനെ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടണം? ഈ സൽക്കർമ്മങ്ങൾ എങ്ങനെ നമ്മൾ ചെയ്യണം? ഈ റമളാനിനെ എങ്ങനെ നമ്മൾ വരവേൽക്കണം? അവരെങ്ങാണ് വരവേറ്റത്? അവരുടെ ഇബാദത്തുകളുടെ ചില രൂപങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് സമയം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ എന്തായാലും പറയാം. അത് പറയണം. മുൻഗാമികളെ കുറിച്ച് നമ്മൾ പറയണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുണ്ടായിരിക്കുന്ന കാലത്തോളമാണ് നിങ്ങൾ ഖൈറിലുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ മരണപ്പെട്ടു എങ്കിൽ അവരുടെ മൻഹജ് നമ്മളിലൂടെ ജീവിക്കണം. അവരുടെ ജീവിത രീതി നമ്മളിലൂടെ ഹയാത്തിലുണ്ടാകണം. അവരങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്തത്. അവരെങ്ങനെയാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത്. മുഅല്ല ഇബ്നുൽ ഫദ്ൽ റഹിമഹുല്ല പറയുന്നു, ഇത് നിങ്ങൾ അനേകം കേട്ടതായിരിക്കാം. അദ്ദേഹം പറയുന്നു, കാനു, സലഫുകളായിരുന്നു, യദ്ഉന അല്ലാഹ 6 അശ്ഹുർ അൻ യുബല്ലിഗഹും റമളാൻ. 6 മാസത്തോളം അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവെ, റമളാനിലേക്ക് നമ്മെ നീ എത്തിക്കണം എന്നുള്ളത്.
6 മാസത്തോളം. നമ്മൾ എത്ര ആളുകൾ സഹോദരങ്ങളെ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്? 6 മാസത്തോളം അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, റബ്ബേ എന്നെ നീ റമദാനിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ റമദാനിനെ ആഗ്രഹിച്ചിരുന്നു. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഈ അവർക്ക് പൊതുവെയുള്ള അവസ്ഥ, അവരുടെ ജീവിതം എന്താണ്? അവർ ദരിദ്രരാണ്, അവർക്ക് സാമ്പത്തികമായി ശേഷിയില്ലാത്തവരാണ്, ഭക്ഷണമില്ലാത്തവരാണ്, ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിൽ അധികം വിരഹിക്കാത്തവരാണ്. എന്നിട്ടും അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവെ റമദാൻ ഒന്ന് വന്നെത്തിയിരുന്നെങ്കിൽ. 6 മാസത്തോളം അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ശേഷം അദ്ദേഹം പറയുന്നു, ثم يدعون الله 6 أشهر أن يتقبل منهم. അതിനുശേഷമുള്ള 6 മാസം അവർ ദുആ ചെയ്യുന്ന, അള്ളാഹുവെ ഈ റമദാൻ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഇത്രയും പ്രയാസത്തിലായി നോമ്പനുഷ്ഠിച്ച ഈ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിലേക്ക് പിന്നീടുള്ള 6 മാസങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത് എന്തിനാണ്? അള്ളാഹുവെ ഈ റമദാൻ എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന് ദുആ ചെയ്യാനാണ്. സഹോദര, എന്നും അവരുടെ മനസ്സിൽ അപ്പോഴുള്ള ഓർമ്മ എന്താ? റമദാൻ. അതാ റമദാൻ. ഇനി 6 മാസം വരെ അവർ ദുആ ചെയ്യുന്നു റമദാനിലേക്ക് എത്തിക്കണം. റമദാൻ കഴിഞ്ഞ് അടുത്ത 6 മാസം അള്ളാഹുവെ കഴിഞ്ഞ റമദാൻ സ്വീകരിക്കണം. 6 മാസം കഴിയുമ്പോൾ വീണ്ടും അള്ളാഹുവെ ഇനി എന്നെ അടുത്ത റമദാനിലേക്ക് എത്തിക്കണം. ഇങ്ങനെ സദാസമയം റമദാനിനെ ഓർത്ത ആളുകൾ, അവരാണ് നമ്മുടെ സലഫുകൾ, അവരാണ് നമ്മുടെ മുൻഗാമികൾ. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റമദാൻ മാസമായാൽ പോലും മറ്റ് ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നതിൽ ഉപരിയായി ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിലില്ല. പല ആളുകളോടും ചോദിച്ചാൽ എന്താ പറയാ? വാജിബായത് നോമ്പല്ലേ ഉള്ളൂ. അതേ സഹോദര, വാജിബ് നോമ്പ് തന്നെയാണ്. പക്ഷെ നമ്മുടെ മുൻഗാമികൾ, അവർ ഇത്രയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടും അവർക്ക് പേടിയാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കുമോ, അവന്റെ ശിക്ഷ എന്നെ പിടികൂടുമോ, എനിക്കത് സഹിക്കാനുള്ള ത്രാണയില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരാണ് നമ്മുടെ മുൻഗാമികൾ. മഹാനായ ഇമാം യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ല പറയുന്നു, കാന മിൻ ദുആഇഹിം, സലഫുകളുടെ ദുആകളിൽ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, സലഫുകൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ സല്ലിംനി റമളാൻ, അല്ലാഹുമ്മ സല്ലിംനി റമളാൻ വസല്ലിം ലി റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് എന്നെ നീ എത്തിക്കണം, റമളാൻ എനിക്കും നീ എത്തിക്കണം. അഥവാ റമളാനിൽ ആയുസ്സോടുകൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണം. വതസല്ലംഹു മിന്നി മുതഖബ്ബല, അല്ലാഹുവേ ആ റമളാനിനെ എന്നിൽ നിന്ന് നീ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് സലഫുകൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ല പറയുന്നു. ഇതേ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു എന്ന് തൊബറാനി അദ്ദേഹത്തിന്റെ കിതാബ് ദുആയിൽ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ആ സംഭവം ദുർബലമാണ്. തൊബറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് സലഫുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ സഹോദര, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ റമളാൻ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഈ റമളാനിലേക്ക് നമ്മൾ ചെന്നെത്തി. ഈ പരിശുദ്ധമായ റമളാൻ മാസം നമ്മൾ ഇത്രത്തോളം ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മിലേക്ക് വന്നിരിക്കുന്നത്? ഇങ്ങനെ 6 മാസത്തോളം നമ്മൾ ദുആ ചെയ്തോ? അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്നിട്ട് നമ്മൾ പറയുന്നു, അവരും സലഫികൾ, നമ്മളും സലഫികൾ. പണ്ടൊരു കവി പറഞ്ഞതുപോലെ, ഹുമുർ റിജാൽ, അവരാണ് യഥാർത്ഥ പുരുഷന്മാർ, അവരാണ് പുരുഷന്മാർ. വഅയ്ബുൻ അൻ യുഖാല ലിമൻ ലം യത്തസിഫ് ബിമആനി വസ്ഫിഹിം റജുലു, അവരിലുള്ള വിശേഷണങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത് വരെ പുരുഷൻ എന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ നമുക്ക് ലജ്ജയായിരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് യഥാർത്ഥ പുരുഷന്മാർ, അവരാണ് സലഫുകൾ, അവരാണ് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ മാർഗത്തിൽ നമ്മൾ ചലിക്കുക, അവരാണ് നമ്മുടെ വഴികാട്ടികൾ എന്ന ബോധം നമുക്കുണ്ടാകണം. അവരുടെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക. അവരുടെ മാർഗം ഇന്ന് പല ആളുകളും, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ചില സഹോദരങ്ങളുടെ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്, ഈ റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, മാസപ്പിറവി ഇന്ന് കാണുമോ കാണില്ല എന്നൊരു സംശയമുണ്ടായി, ഞായറോ തിങ്കളോ ഏതോ ഒരു ദിവസം. അപ്പോൾ ചില ആളുകൾ, നാളെ ആവാതിരുന്നാൽ മതിയായിരുന്നു, മറ്റന്നാൾ ആയാൽ മതിയായിരുന്നു, ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവർ. എന്നാൽ സലഫുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. അല്ലാഹുവേ റമദാൻ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന ദുആയാണ് അവർ ചെയ്തിരുന്നത്. അവരാരും റമദാൻ മാസം പെട്ടെന്ന് കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് റമദാൻ മാസത്തിൽ അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ അവർ പരിശ്രമിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മാർഗമായിരിക്കണം നമ്മുടെ മാർഗം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന യഥാർത്ഥ വഴികാട്ടി. അവരുടെ മാർഗമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതായി കാണാം, റമദാൻ മാസം പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. റമദാൻ മാസം പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം സൽക്കർമ്മങ്ങളിൽ ഉപയോഗിക്കുക, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഞാൻ പ്രത്യേകിച്ച് ഇന്ന കാര്യം എന്ന് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ സലഫുകളുടെ ഇബാദത്തുകൾ ഓരോരോ വിഷയത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ധാരാളം സമയം ആവശ്യമായിട്ട് വരും. ഇത് റമദാനാണ്, നിങ്ങൾക്ക് അതിൻ്റെതായ ഇബാദത്തുകൾ ഉണ്ട്,
അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഇബാദത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇൻഷാ അള്ളാഹ് വരുന്ന ആഴ്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3-4 ഇബാദത്തുകൾ ഞാൻ പ്രത്യേകം എടുത്ത് അതിലുള്ള സലഫുകളുടെ ചര്യകൾ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇന്ന് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിനെ പേടിക്കുക. റമദാനിനെ വരവേറ്റത് ഏറ്റവും നല്ല രൂപത്തോടുകൂടി ആയിരിക്കുക. നമ്മുടെ മനസ്സിൽ നോമ്പിനോട് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. നോമ്പിനെ നമ്മൾ ഇഷ്ടപ്പെടുക. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിക്കാൻ ഒറ്റ ഭക്ഷണം പോലും ഇല്ലാനിട്ടും, നമ്മൾ ജീവിക്കുന്ന നിഅമത്ത് എത്ര വലിയ നിഅമത്താണ് എന്ന് പറഞ്ഞവരാണ് സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം. ഞങ്ങൾ ജീവിക്കുന്ന നിഅമത്തെങ്ങാനും ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരും അവരുടെ മക്കളും ലൗ അലിമൽ മുലൂകു വഅബ്നാഉഹും ലജാദലൂന അലൈഹി ബിസ്സുയൂഫ്, അവരെങ്ങാനും നാം ജീവിക്കുന്ന അനുഗ്രഹത്തിന്റെ ആ വിശാലത അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി നമ്മോട് യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ സലഫുകളിൽപ്പെട്ട ആ വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവർ ദജ്ല എന്ന് പറയുന്ന പുഴയുടെ ഓരത്തിരുന്നുകൊണ്ട് അവരുടെ കയ്യിലുള്ള ഉണങ്ങിയ റൊട്ടി കഴിക്കാൻ അവർക്ക് സാധിക്കാതെ ആ പുഴയിലേക്ക് ആ റൊട്ടി മുക്കി അതവിടെ കഴിക്കാൻ പാകത്തിലായാൽ അങ്ങനെ അത് കടിച്ചു കഴിച്ച ആളുകളാണ് എന്ത് പറഞ്ഞത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തെങ്ങാനും രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ലഭിക്കാൻ നമ്മോട് അവർ യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ ആഗ്രഹിച്ചു, റബ്ബേ എന്നെ നീ റമദാനിലേക്ക് എത്തിക്കണം, എനിക്ക് റമദാനിൽ ഇബാദത്ത് ചെയ്യണം, നിന്റെ മുമ്പിൽ എനിക്ക് നിന്ന് നിസ്കരിക്കണം, എനിക്ക് നോമ്പനുഷ്ഠിക്കണം. സ്ഥിരമായി തിങ്കളും വ്യാഴം നോമ്പെടുക്കുന്ന ആളുകളായിരുന്നു അവർ. എന്നിട്ടും അവർ ഇത്രയും അധികം റമദാനിനെ ആഗ്രഹിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറുക. ഇമാം സുഹരി റഹിമഹുല്ല പറയാറുള്ള ഒരു വാക്കുണ്ട്, തസ്ബീഹത്തുൻ ഫീ റമദാൻ ഖൈറുൻ മിൻ അൽഫി തസ്ബീഹത്തിൻ ഫീമാ സിവാ. റമദാനിൽ നിങ്ങൾ പറയുന്ന ഒരു തസ്ബീഹ, ഒരു സുബ്ഹാനല്ലാഹ് എന്ന വചനം മറ്റിതര മാസങ്ങളിൽ 1000 തവണ പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ആ രൂപത്തിലാണ് സലഫുകൾ റമദാൻ മാസത്തെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് സഹോദര, ഒരു കാരണവശാലും ഒരു നിമിഷ നേരം റമദാനിൽ നീ പാഴാക്കാൻ പാടില്ല. ഒരു നിമിഷ നേരം പോലും, ഒരു സെക്കൻഡ് നീ റമദാനിൽ പാഴാക്കരുത്. നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അദ്കാറുകൾ പറയുക, നീ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും ഈ റമദാനിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം നിന്റെ നാവിലുണ്ടായിരിക്കാൻ നീ ശ്രമിക്കണം. അതല്ലാതെ മറ്റിതര മാസങ്ങളിൽ മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ കാണാം, അദ്ദേഹം പറയാറുണ്ട്, മറ്റിതര മാസങ്ങളെ വരവേൽക്കുന്നത് പോലെ നിങ്ങൾ റമദാനിനെ വരവേൽക്കാൻ പാടില്ല. മറിച്ച് അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട്, അതിന് അതിൻ്റെതായ സ്ഥാനം ശരീഅത്ത് നൽകിയിട്ടുണ്ട്. ആ സ്ഥാനം നിങ്ങൾ നിർബന്ധമായും നൽകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, റമദാൻ മാസത്തിൽ ഒരു നിമിഷം പോലും ഇനി അങ്ങോട്ട് നിങ്ങൾ പാഴാക്കരുത്. ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റബ്ബ് റഹീമാണ്, നമ്മുടെ റബ്ബ് ഗഫൂറാണ്. അതെല്ലാം നമുക്ക് അള്ളാഹു പുറത്തു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു കുറവും നമുക്ക് വരാൻ പാടില്ല, ഒരു കുറവും. സാധാരണ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നേരത്തെ പറഞ്ഞ കാര്യം, സാധാരണ ജീവിതത്തിൽ നിന്ന് റമദാനിലുള്ള മാറ്റം കേവലം നോമ്പ് മാത്രമാകരുത്, മറിച്ച് ജീവിതത്തിൽ മൊത്തത്തിൽ മാറണം. കാരണം റമദാൻ സഹോദരങ്ങളെ ഒരു മദ്രസയാണ്. ഈ മദ്രസയിലൂടെ അള്ളാഹു നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞു. നിങ്ങൾ ഒക്കെ കേട്ട ഹദീസാണ്. 3 തവണ ആമീൻ പറഞ്ഞു. അതിൽ ഒരു തവണയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ എന്ത് പറഞ്ഞു? റമദാൻ മാസം ലഭിച്ചിട്ടും ഒരു വ്യക്തിയുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അവന് സാധിക്കുന്നില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെതിരിൽ ദുആ ചെയ്തു. റഗിമ അൻഫു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ റമദാൻ മാസത്തിലൂടെ ഈ ഒരു മാസത്തെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്താണ്? നിന്റെ പാപം ഇതാ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു, നിനക്കിനി പാപമില്ല. പൊതുവെ നമ്മൾ ഒരു നന്മ ചെയ്യാൻ തുനിയുമ്പോൾ നമ്മുടെ മുന്നിൽ തടസ്സമായി വരുന്ന പല തടസ്സങ്ങളുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ പിശാജ്. നമ്മുടെ ഏറ്റവും വലിയ പിശാജാരാണ്? ശത്രുവാരാണ്? പിശാജാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന ശൈത്താന ലക്കും അദു, പിശാജ് നിങ്ങളുടെ ശത്രുവാൻ, ഫത്തഖിദൂഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണുക. ഈ പിശാജ് ഏത് നന്മ ചെയ്യുമ്പോഴും നമ്മളെ തടുക്കും, അതിൽ നിന്ന് തടയിടാൻ വരും. എന്നാൽ ഈ റമദാൻ മാസത്തിൽ അവന്റെ സ്വാധീനം അള്ളാഹു സുബ്ഹാനഹു വതആല പാടെ കുറച്ചു. അവന്റെ സ്വാധീനം വളരെ ചുരുങ്ങിയ കരീന രൂപത്തിലും മറ്റു ചില സ്വാധീനം ഒഴികെ ഒരു സ്വാധീനവും പിശാചിനില്ല. അത് റമദാൻ മാസത്തിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു സ്കൂളാണ്. നിങ്ങൾ ചേർന്നിരിക്കുന്നത് ഒരു കോഴ്സിന് വേണ്ടിയാണ്. ഈ കോഴ്സിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കണം. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാപ്പാക്കപ്പെടാം എന്നൊന്നുമല്ല. അതിനുവേണ്ടിയുള്ള പണി നിങ്ങൾ എടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വാക്ക് ലംഘിക്കാത്തവനാണ്. ആ പണി നിങ്ങൾ എടുക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് തടസ്സമായി വരുന്ന പിശാചിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുഫിദത്തിശ് ശയാത്തീൻ, പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വതആല
കെട്ടിയിട്ടിട്ടുണ്ട്. ഈ കോഴ്സൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നു, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. അഥവാ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളിൽ നിന്ന് തെറ്റുകൾ എത്ര സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ നല്ല രൂപത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹു മോചിപ്പിക്കും. ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് കൂടുതൽ ഉത്സാഹം നൽകിക്കൊണ്ട് പറയുന്നു, വദാലിക കുല്ല ലൈല, നിങ്ങളോട് അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരാളെ മോചിപ്പിക്കുമെന്നല്ലേ അള്ളാഹുവിന്റെ ഉദ്ദേശം, മറിച്ച് എല്ലാ ദിവസവും അള്ളാഹു മോചിപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ രാത്രികളിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ എന്ന് പറയുന്ന ഈ മദ്രസയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കണം, സ്വർഗത്തിന്റെ അവകാശിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ, നമുക്കെതിരെയുള്ള ദുആ നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കിയുള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വരുന്ന 1-2 ദർസുകളിലായി നമുക്ക് സൂചിപ്പിക്കാം. റമദാനിന്റെ 20ന്റെ മുമ്പായിട്ട് തന്നെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് പറയാം. അള്ളാഹു നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.